എന്താണ് FPGA? ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്നത് ഒരു പ്രത്യേക ആപ്ലിക്കേഷന്റെ പ്രവർത്തനം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കുന്നതിന് പ്രോഗ്രാം ചെയ്യാവുന്ന തരം ഇന്റർ കണക്റ്റുകളുള്ള ഹാർഡ്വെയർ കമ്പോണന്റുകൾ അടങ്ങുന്ന ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പുതുതായി വാങ്ങിയ ട്രാൻസീവർ, സ്മാർട്ട് ഡിവൈസുകൾ പോലുള്ള ഉപകരണങ്ങൾ അവ വാങ്ങിയതിന് ശേഷവും അപ്ഡേറ്റുകൾ വഴി പല പുതിയ കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഹാർഡ്വെയറുകളിൽ മാറ്റം വരുത്താതെ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതാണ് ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്ന ചിപ്പുകളുടെ സവിശേഷത. ഇതിനകത്തെ ഹാർഡ്വെയർ ഭാഗങ്ങളെ ഫേംവെയറുകൾ വഴി റീവയറിംഗ് നടത്താം. ഈ ഇന്റർ കണക്റ്റുകൾ എളുപ്പം റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. അത് ഒരു FPGA ചിപ്പിലെ ഹാർഡ്വെയറിൽ മാറ്റം വരുത്തുന്നതിനോ ഒരു പുതിയ ആപ്ലിക്കേഷനെ ഉൾപ്പെടുത്തുന്നതിനോ സാധ്യമാക്കുന്നു. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറീസ്, പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസുകൾ തുടങ്ങിയ നേരത്തെയുള്ള ഡിവൈസുകൾക്ക് FPGAയുമായി ബന്ധമുണ്ട്. എന്നാൽ ഈ ഡിവൈസുകളൊക്കെ ഫാക്ടറിയിലോ ഫീൽഡിലോ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവയിൽ ഫ്യൂസ് ടെക്നോളജി ഉപയോഗിക്കുന്നതിനാൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ കഴിയില്ല. ഇതിന് വിപരീതമായി FPGA അതിൻ്റെ കോൺഫിഗറേഷൻ വിവരങ്ങൾ സ്റ്റാറ്റിക് റാം അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി പോലെയുള്ള ഒരു റീപ്രോഗ്രാം ചെയ്യാവുന്ന മീഡിയയിൽ സ്റ്റോർ ചെയ്യുന്നു. ഒരു ബേസിക് FPGA ആർക്കിടെക്ചർ എന്നത് കോൺഫിഗർ ചെയ്യാവുന്ന ആയിരക്കണക്കിന് CLBകൾ, അതായത് ലോജിക് ബ്ലോക്കുകൾ അടങ്ങിയതാണ്. ഈ CLBകൾക്കിടയിൽ സിഗ്നലുകളെ അയക്കുന്ന ഫാബ്രിക് എന്ന് വിളിക്കപ്പെടുന്ന പ്രോഗ്രാമബിൾ ഇന്റർ കണക്റ്റുകളുടെ ഒരു സംവിധാനത്തിലൂടെ FPGAയും പുറമേയുള്ള ഉപകരണങ്ങളും തമ്മിലുള്ള ഇന്റർഫേസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ CLB എന്നത് ലോജിക് ബ്ലോക്ക്, ലോജിക് എലമെന്റ്, ലോജിക് സെൽ എന്ന് വിവിധ രീതിയിൽ അറിയപ്പെടുന്ന ഒന്നാണ്. ആയിരക്കണക്കിന് ഹാർഡ്വെയർ ബ്ലോക്കുകളുടെ ഈ ശേഖരം ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ശരിയായ ഒരു കോൺഫിഗറേഷനിലേക്ക് എങ്ങനെ മാറ്റാം? അതിന് ഡെവലപ്മെന്റ് ടൂളിൽ, അതായത് പ്രോഗ്രാമിംഗ് മൊഡ്യൂളിൽ ആവശ്യമായ ടാസ്കുകൾ കൊണ്ട് FPGAക്കായി ഒരു ഡിസൈൻ ഉണ്ടാക്കും. തുടർന്ന് CLBകളും മറ്റ് മൊഡ്യൂളുകളും എങ്ങനെ ഹുക്കപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോൺഫിഗറേഷൻ അതിൽ കമ്പൈൽ ചെയ്യും. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിളിന് സമാനമാണ് ഈ പ്രക്രിയ. മുൻകൂട്ടി സെറ്റ് ചെയ്തു വെച്ച ഒരു ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിൽ അത് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് സാധാരണ പ്രോഗ്രാമിങ്ങിലൂടെ ചെയ്യുന്നതെങ്കിൽ ഇതിലെ പ്രോഗ്രാമിങ്ങിലൂടെ പുതിയ ഹാർഡ്വെയർ തന്നെ ആർക്കിടെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. FPGA കോൺഫിഗറേഷൻ ചെയ്യാൻ ഡിസൈനർമാർ VHDL അല്ലെങ്കിൽ വെരിലോഗ് പോലുള്ള ഒരു ഹാർഡ്വെയർ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് FPGA ഡിസൈൻ ഉണ്ടാക്കുകയും പരിശോധിച്ച് ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കമ്പൈലർ ഫയൽ എടുത്ത് ഘടകങ്ങൾ എങ്ങനെ ഒരുമിച്ച് വയർ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോൺഫിഗറേഷൻ ഫയൽ ഉണ്ടാക്കുന്നു. ഈ HDL കോഡിന് പിശകുകളൊന്നുമില്ലെങ്കിൽ പോലും സമാനമായ മറ്റൊരു FPGA ചിപ്പല്ലാതെ മറ്റൊന്നിൽ ഈ കമ്പൈലേഷൻ നടക്കില്ല. അതായത് FPGA വ്യത്യസ്തമാണെങ്കിൽ കമ്പൈലറിന് അതിനുള്ളിലെ ഘടകങ്ങൾക്കിടയിലുള്ള ആവശ്യമായ പുതിയ വയറിങ്ങുകളും റൂട്ടുകളും സൃഷ്ടിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഉപകരണങ്ങളുടെ ഫേംവെയർ മാറ്റുമ്പോൾ ചെറിയ വ്യത്യാസമുള്ള വേർഷൻ പോലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അതുതന്നെയാണ് HDL പ്രോഗ്രാമിങ്ങിലെ ഒരു വെല്ലുവിളി. ഒരു FPGA കോൺഫിഗർ ചെയ്യുന്നതിന് കോഡിംഗ് കഴിവുകൾ മാത്രം പോരാ, മറിച്ച് അതിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ചുള്ള വിശദമായ ഒരു അറിവും അത്യാവശ്യമാണ്. ഇതിന് ആവശ്യമായ വൈദഗ്ധ്യമുള്ള ആളുകൾ അധികം ലഭ്യമല്ല എന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് C++, പൈത്തൺ, OpenCL തുടങ്ങിയ ജനപ്രിയ ഭാഷകളിൽ FPGA സൊല്യൂഷനുകൾ വികസിപ്പിക്കാൻ ഡിസൈനർമാരെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റുകൾ വെണ്ടർമാർ വികസിപ്പിച്ചത്. കൂടാതെ കോഡിന്റെ ലൈനുകൾക്ക് പകരം ഗ്രാഫിക്കൽ ബ്ലോക്ക് ഡയഗ്രമുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ടൂളുകളും ഇന്ന് ലഭ്യമാണ്. FPGAയുടെ ഹാർഡ്വെയർ കോൺഫിഗർ ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ അത് റീകോൺഫിഗർ ചെയ്യാനുമുള്ള സൗകര്യം FPGA ചിപ്പുകളെ പല ഉപകരണങ്ങളിൽ നിന്നും ആകർഷകമാക്കി മാറ്റുന്നുണ്ട്. FPGAയുടെ CLBകളെ ആയിരക്കണക്കിന് സമാനമായ പ്രോസസ്സിംഗ് ബ്ലോക്കുകളിലേക്ക് കോൺഫിഗർ ചെയ്യാൻ സാധിക്കുന്നതിനാൽ ഇമേജ് പ്രോസസ്സിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സെൻറ്റർ, ഹാർഡ്വെയർ ആക്സിലേറ്ററുകൾ തുടങ്ങിയ നിരവധി ആപ്ലിക്കേഷനുകൾ ഇവ അനുയോജ്യമാണ്. ആവശ്യകതകൾ വികസിക്കുകയും കമ്പ്യൂട്ടറുകൾ പുതിയ പ്രോട്ടോക്കോളുകളിലേക്കും മാനദണ്ഡങ്ങളിലേക്കും മാറുന്നതിനാലും ഈ ആപ്ലിക്കേഷൻ ഏരിയകളിൽ പലതും വളരെ വേഗത്തിൽ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ അപ്ഡേറ്റ് ചെയ്യാവുന്ന സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ FPGA ചിപ്പുകൾ ഉള്ളതിനാൽ നിർമ്മാതാക്കൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു. ഉയർന്ന വേഗതയുള്ള സെർച്ചിങ് അൽഗോരിതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികൾ അവരുടെ ഡാറ്റാ സെന്ററുകളിൽ FPGA ചിപ്പുകൾ ഉപയോഗിക്കുന്നു. പുതിയ അൽഗോരിതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവയെ സപ്പോർട്ട് ചെയ്യാനും FPGAക്ക് സാധിക്കും. ഈ സൗകര്യം സാധാരണ ഉപയോഗിക്കുന്ന ASIC സിസ്റ്റം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിപ്പുകൾക്ക് നേടാൻ പ്രയാസമോ ഒരുപക്ഷെ അസാധ്യമാണ്.
എയറോസ്പേസ്, ഡിഫൻസ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ടെലിവിഷൻ, ഉപഭോക്തൃ ഇലക്ട്രോണിക്സ്, ശാസ്ത്രീയ ഉപകരണങ്ങൾ, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്നിവയെല്ലാം ഇന്ന് FPGA സർക്യൂട്ടുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്.